മഹാകുംഭമേളയിലേക്ക് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൻ ജോബ്സ് എത്തിയത് വലിയ വാർത്തയായിരുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകി. തീർച്ചയായിട്ടും അവർ ആത്മീയ വഴിയിലൂടെ ഒരു വിദേശ വനിതയാണ്, ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അവർ സനാതന ധർമ്മത്തിന്റെ ആത്മീയ വഴിയിലൂടെ ഈ മഹാകുംഭമേളയുടെ ഭാഗമാകുന്നത് തീർച്ചയായിട്ടും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങളുമൊക്കെ ആ വാർത്ത നൽകുകയും ചെയ്തു. ഇപ്പോൾ അവർക്ക് എന്തോ ഒരു വയ്യായികയുണ്ടെന്നും അവർ കുഴഞ്ഞു വീണുവെന്നും അതിന് കാരണം മഹാകുംഭമേളയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലമാണ് ലോറൻ ജോബ്സ് വീണത് അല്ലെങ്കിൽ തളർന്നു വീണത് എന്നൊക്കെയുള്ള ഒരു വാർത്ത അത് മാതൃഭൂമിയുടെ ഓൺലൈൻ ശ്രദ്ധയിൽപ്പെട്ടു. ലോറൻ ജോബ്സ് ഫോൾ ഇൽ എന്നാണ് ആ വാർത്തയുടെ യഥാർത്ഥ പൂർണ്ണരൂപം. ദേശീയ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് നൽകിയത്. അതായത് അവർക്ക് കാലാവസ്ഥാ മാറ്റം കൊണ്ട് ചെറിയ ഒരു അലർജി പോലെ ഒരു സംഭവം ഉണ്ടായി. അതൊരു രോഗം പോലുമല്ല, ആ ഒരു കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടായ സ്വാഭാവികമായ കാര്യമാണ്. അവരവിടെ ആശ്രമത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. നിരവധി സ്വാമിമാരോട്, സന്യാസിമാരോടൊപ്പമാണ് അവർ താമസിക്കുന്നത്. നാമജപങ്ങളുമായിട്ടൊക്കെ തന്നെ അവർ കഴിയുകയാണ്. അന്നേരമാണ് അവർക്ക് ഈ ചെറിയ ഒരു വൈയായിക പോലെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായത്. ഫോൾ ഇൽ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകി. അത് തർജിമ ചെയ്തപ്പോൾ അസുഖം കൊണ്ട് അവർ മറിഞ്ഞു വീണു, അല്ലെങ്കിൽ അസ്വസ്ഥത മൂലം, തിരക്ക് മൂലമുള്ള അസ്വസ്ഥത മൂലം അവർ മറിഞ്ഞു വീണു എന്നാണ് മാതൃഭൂമി ഓൺലൈനിൽ ഈ വാർത്ത നൽകിയത്. നേരത്തെ ദേശാഭിമാനി ഹോട്ട് ഡോഗ് കഴിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ചൂട് പട്ടിയെ ചുട്ടുനിന്നു എന്ന് വാർത്ത നൽകിയത് ഓർമ്മയില്ലേ? അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ പ്രിമാ ഫേസെ എന്ന് പറഞ്ഞത് അത് ഒരു പ്രയോഗമാണ്, അത് ഒരാളുടെ പേരാണ് എന്ന് ധരിച്ചുകൊണ്ട് വാർത്ത നൽകിയത് ഓർമ്മയില്ലേ? ഈ ഡെസ്കിലും മറ്റും ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. യാഥാർത്ഥ്യ ബോധത്തോടെ ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രേസുകളുണ്ട്, ഇഡിയംസ് ഉണ്ട്, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അവയെല്ലാം അതിന്റെ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സ്വാഭാവിക ബുദ്ധി, പ്രായോഗിക ബുദ്ധി ഈ ഡെസ്കിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ ഈ വലിയ പത്രസ്ഥാപനത്തിൽ ഇരിക്കുന്നവർക്ക് ഇല്ലേ? ഫോൾ ഇൽ എന്ന് പറഞ്ഞാൽ അവർ കുഴഞ്ഞു വീണു എന്നല്ല, അവർക്ക് നേരിയ ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ നേരിയ ഒരു അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്, അവരുടെ ഓൺലൈനുകളിൽ കൊടുത്തത്. അത് മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ അവർ കുഴഞ്ഞു വീണു എന്നായി, അല്ലെങ്കിൽ മറിഞ്ഞു വീണു എന്നായി. അതും തിരക്ക് മൂലം. അതൊരു അതിശയോക്തി കലർത്തി, ആലങ്കാരികത കലർത്തി, അത് തെറ്റായ വാർത്തയായി അതിനെ വളച്ചൊടിക്കുകയാണ്. മഹാകുംഭമേളയിൽ 45 കോടി ജനങ്ങൾ വരുന്ന ഒരു മഹോത്സവത്തിൽ അത് തിരക്ക് നിയന്ത്രിക്കാനും അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ഒക്കെ അവിടെ വേണ്ട സംവിധാനങ്ങളുണ്ട്. ഈ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കടന്നു വരുമ്പോൾ അവരെ സുരക്ഷിതരായി അവരെ അവിടെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അവിടെ പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാനുള്ള സിസ്റ്റം അവിടെയുണ്ട്. എന്നിട്ടും തിരക്ക് മൂലം കുഴഞ്ഞു വീണു എന്നൊക്കെ ഫോൾ ഇൽ എന്നതിനെ തർജ്ജിമ ചെയ്ത് വാർത്തയാക്കുന്നവരോട് എന്ത് പറയാം? ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇംഗ്ലീഷ് ഭാഷ. അത് അല്പമെങ്കിലും സ്വായത്തമാക്കിയിരിക്കണം എന്ന ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. വലിയ വലിയ പത്രസ്ഥാപനങ്ങളിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനികളായിരിക്കാം, പരീക്ഷയും അഭിമുഖവും ഒക്കെ കഴിഞ്ഞായിരിക്കാം ജോലിക്ക് കയറിയത്. അപ്പോൾ പ്രിമാഫേസയും ഹോട്ടോവും ഒക്കെ വാർത്തയായതുപോലെ ഇപ്പോൾ ഈ ഒരു ഫോൾ ഇൽ എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയുണ്ടായി എന്നാണ്, അല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു വീണു. ഫോൾ എന്നതിന് വീഴുക എന്ന് മാത്രമല്ല അർത്ഥം. ഫോൾ അസ്ലീപ്പ് എന്ന് പറയാറുണ്ട്. അതിനർത്ഥം പോയി മറിഞ്ഞു വീണങ്ങ് ഉറങ്ങുക എന്നല്ല, ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നുള്ളതിന്റെ ആലങ്കാരിക ഭാഷയാണ് ഫോൾ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. അതുപോലെ താങ്ക്സ് ടു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. താങ്ക്സ് ടു എന്ന് പറഞ്ഞാൽ നന്ദി പറയുകയല്ല, കാരണം കൊണ്ട് എന്നുള്ളതാണ്. താങ്ക്സ് ടു ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് നന്ദിയുണ്ട് എന്നല്ല, ആ വ്യക്തി കാരണം എന്നാണ് ആ ഒരു പ്രയോഗത്തിന്റെ, ആ ഒരു ഫ്രേസിന്റെ, അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം. ഇതൊന്നും നമ്മളവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. വലിയ പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റായ വാർത്തകളായി അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആരായാലും പ്രതികരിച്ചു പോകും. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേഡ് ബൈ ജ്യോതിസ്.
realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.